എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കരേട്ടയിലെ ക്വറി പാരാമീറ്ററും പാത്ത് പാരാമീറ്ററും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ക്വറി പാരാമീറ്റർ എന്താ നമുക്ക് നോക്കാം. ദ ക്വറി പാരാമീറ്റേഴ്സ് ആർ യൂസ് ടു സോർട്ട് ഓർ ഫിൽട്ടർ റിസോഴ്സസ്. ഈ ഒരു എൻഡ് പോയിന്റ് ആണ് നമ്മൾ ക്വറി പാരാമീറ്ററിൻ്റെ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. കരേട്ടയിൽ അതിൻ്റെ യൂസേജ് ഇങ്ങനെയാണ്. ആൻഡ് എന്നുള്ള ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡിന് പകരം ഗീവൺ വെൻ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ആൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പരാം എന്നൊരു കീവേഡ് കരേട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പേജ് എന്നുള്ള ഒരു കീ ആണ്. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഈക്വൽ ടു ഇട്ടതിന് ശേഷം സിംഗിൾ ഇൻവെർട്ടഡ് കോമാസിൽ കൊടുക്കുക. അപ്പം ഈ എൻ പോയിന്റ് കേസിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള പാർട്ടിനെയാണ് ക്വറി പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി പാത്ത് പാരാമീറ്റർ എന്താ നമുക്ക് നോക്കാം. ദ പാത്ത് പാരാമീറ്റേഴ്സ് ആർ യൂസ് ടു ഐഡന്റിഫൈ എ സ്പെസിഫിക് റിസോഴ്സ് ഓർ റിസോഴ്സസ്. ഇതാണ് എൻ്റെ എക്സാമ്പിൾ. നിങ്ങൾക്ക് കാണാം ഈ രണ്ട് എ പിയുടെ കേസിലും യൂസേഴ്സ് വരെയുള്ള ഭാഗം കോമൺ ആണ്. അത് നമുക്ക് ബേസ് യൂറലായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ സെക്കൻഡ് എ പി എൻ പോയിന്റ് കേസിൽ ID 2 ആയിട്ടുള്ള യൂസറിൻ്റെ ഡീറ്റെയിൽസ്, ഒരു സ്പെസിഫിക് റിസോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന ഈ എ പിയുടെ എൻ പോയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം കരേട്ടയിൽ പാത്ത് പാരാമീറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി ആനെന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം കരേട്ട തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പാത്ത് എന്ന കീവേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം സിംഗിൾ ഇൻവേർട്ടഡ് കോമ ആ പാത്തിൻ്റെ വാല്യൂ പാസ് ചെയ്യുക. ഞാൻ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റെക്രസിലെ ഈ രണ്ട് എൻ പോയിന്റ്സ് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് റെക്രസിൻ്റെ സൈറ്റ്. ഇതിൻ്റെ അകത്ത് ക്വറി പാരാമീറ്ററിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ലിസ്റ്റ് യൂസേഴ്സ് എന്നുള്ള ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പാത്ത് പാരാമീറ്ററിൻ്റെ എക്സാമ്പിളിന് വേണ്ടി ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന സിംഗിൾ യൂസർ എന്ന API എൻ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് യൂസേഴ്സിൻ്റെ കേസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ക്വസ്റ്റ്യൻ മാർക്ക്, അതിനുശേഷം പേജ് എന്നൊരു കീ, അതിനുശേഷം ഈക്വൽ ടു 2. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എൻ പോയിന്റ് സെക്കൻഡ് പേജിലെ എല്ലാ യൂസേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഫെച്ച് ചെയ്ത് യൂസർക്ക് ജേസൺ റെസ്പോൺസ് ആയിട്ട് കാണിക്കുന്നത്. ഇതാണ് പാത്ത് പാരാമീറ്ററിൻ്റെ എക്സാമ്പിൾ കൊണ്ട് യൂസ് ചെയ്യുന്ന എൻ പോയിന്റ്. ഈ പർട്ടിക്കുലർ എൻ പോയിന്റ് സെക്കൻഡ് ID ആയിട്ടുള്ള യൂസറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫെച്ച് ചെയ്ത് ജേസൺ റെസ്പോൺസ് ആയിട്ട് യൂസർക്ക് API ത്രൂ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കരേട്ടയുടെ കേസിൽ എങ്ങനെയാണ് ഈ ക്വറി പാരാമീറ്ററും പാത്ത് പാരാമീറ്ററും യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി Eclipse IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേട്ട API ടെസ്റ്റ് എന്ന മേവൻ പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന പാക്കേജിനുള്ളിൽ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ എന്നൊരു ഫീച്ചർ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ഫീച്ചർ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഫീച്ചർ എന്നുള്ളതാണ്. ആദ്യത്തെ സിനാരിയോ ക്വറി പാരാമീറ്റർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം URL ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേസ് URL ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ക്വറി പാരാമീറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൻഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം പരാം എന്ന കീവേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം കീ ആയിട്ട് നമുക്ക് പേജ് എന്നുള്ള കീ കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു സിംഗിൾ ഇൻവേർട്ടഡ് കോമാസിൽ 2. അപ്പം ഇനി ഈ പർട്ടിക്കുലർ സിനാരിയോ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ പോയിന്റ് ഇതുപോലെയായിട്ട് മാറി. ഈ ക്വസ്റ്റ്യൻ മാർക്ക് അതിനുശേഷം പേജ് ഈക്വൽ ടു 2 എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം അപ്പൻഡായി വരും. ഇനി നമുക്ക് പാത്ത് പാരാമീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ രണ്ട് സിനാരിയും കൂടെ ഒരുമിച്ചായിരിക്കും ഞാൻ റൺ ചെയ്യുന്നത്. പാത്ത് പാരാമീറ്ററിൻ്റെ കേസിൽ ആൻഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡിന് പകരം ഗീവൺ വെൻ തന്നെയൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ആൻഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ആൻഡ് പാത്ത് ടു. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ രണ്ട് സെനയുടെ കേസിലും ഞാൻ ഫസ്റ്റ് സെനയുടെ കേസിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ പരാം എന്നുള്ള കീവേഡ് കരേട്ടയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കരേട്ട തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം പരാമായിട്ട് കൊടുത്തുന്ന ഈ കീയും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയി 2ഉം ഈ എൻ പോയിന്റിലൂടെ അപ്പൻഡ് ചെയ്യും. ഇവിടുത്തെ കേസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ യൂസേഴ്സ് കഴിഞ്ഞ് ഞാൻ // കൊടുത്തിട്ടില്ല. ജസ്റ്റ് പാത്ത് 2 എന്നുള്ളൂ. അപ്പം നമ്മളത് സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കരേട്ട ഓട്ടോമാറ്റിക്കലി അത് ആഡ് ചെയ്യും. നമ്മൾ സ്പെസിഫൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ പർട്ടിക്കുലർ ബേസ് URLനകത്തും ഒരു // കൊടുത്തു. അതുപോലെ ഇവിടെ ഈ പാത്തിൻ്റെ അകത്തും ഒരു // കൊടുത്തെങ്കിലും രണ്ട് // കൊടുത്താലും കരയട്ടെ അതിനകത്തെ ഒരു // മാത്രമേ എടുക്കുള്ളൂ. അപ്പം
ഇങ്ങനെയുള്ള കേസുകളിൽ വേറെ പല ഫ്രെയിംവർക്ക് നമ്മൾ ഫസ്റ്റ് API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്കിൽ യൂസ് ചെയ്ത ഇഷ്യൂസ് വരും. പക്ഷേ കരേറ്റ അതൊക്കെ വെൽ മാനേജ്ഡ് ആണ്. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഈ പർട്ടിക്കുലർ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. HTML റിപ്പോർട്ട് ജനറേറ്റ് ആയി. ഈ HTML റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഫീച്ചർ ഫയൽ പാസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ് 1 എന്നൊരു കൗണ്ട് കാണിച്ചിരിക്കുന്നത്. അത് 2 സിനാരിയോസ് ഉണ്ട്. ഫസ്റ്റ് സിനാരിയോ ഇതാണ് URLൻ്റെ വാല്യൂ. ഇവിടെ വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ള ഈ പർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഹിറ്റായ APIയുടെ എൻഡ് പോയിന്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ പരാമായിട്ട് പാസ് ചെയ്ത പേജ് എന്ന കീ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയ 2 പാസ്സായിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് സിനാരിയോയുടെ കേസിൽ പാത്ത് പാരാമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ ഈ പർട്ടിക്കുലർ URL 10th ലൈനിൽ യൂസേഴ്സ് കഴിഞ്ഞ് // കൊടുത്തിട്ടില്ല. പക്ഷേ കരേറ്റെ യൂസേഴ്സ് കഴിഞ്ഞ് ഒരു // ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് കാണാം യൂസേഴ്സ് കഴിഞ്ഞ് // കഴിഞ്ഞാണ് 2. അപ്പോൾ ഇതാണ് കരേറ്റയുടെ ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കാണാം. പാത്തിൻ്റെ കേസിൽ ID 2 ആയിട്ടുള്ള യൂസറിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ ക്വറി പാരാമീറ്ററിൻ്റെ കേസിൽ സെക്കൻഡ് പേജിലുള്ള എല്ലാ യൂസറിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സിനാരിയും കറക്റ്റായിട്ട് വർക്കായി. അതുകൊണ്ട് 2 എന്നുള്ള കൗണ്ട് കാണിച്ചു. അതുപോലെ 2 സിനാരിയും വർക്കായതുകൊണ്ട് തന്നെ ഫീച്ചർ ഫയലും പാസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ഈ സെക്കൻഡ് സിനാരിയോയുടെ കേസ്, പാത്ത് പാരാമീറ്ററിൻ്റെ കേസ്, ഞാൻ ഇവിടെ ഒരു // ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പാത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് // അതുപോലെ പാത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കരേറ്റെ ഇതിനകത്ത് ഒരു // എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് വേറെ ഒരു ഫ്രെയിംവർക്ക്, ഇപ്പം പ്രസ്റ്റഷേഡ് പോലെയുള്ള ഫ്രെയിംവർക്കിലാണ് ഇത് ഉറപ്പായിട്ട് ഇഷ്യൂസ് കാണിക്കും. പക്ഷേ കരേറ്റയുടെ കേസിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇത് മാനേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ HTML റിപ്പോർട്ടിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ URLൻ്റെ കേസ് 10th ലൈനിൽ യൂസേഴ്സ് കഴിഞ്ഞൊരു // ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാത്തിൻ്റെ കേസും 2ൻ്റെ കൂടെ ഒരു // കൊടുത്തിട്ടുണ്ട്. 2ന് മുമ്പ് ഒരു // കൊടുത്തു. അതുപോലെ യൂസേഴ്സ് കഴിഞ്ഞും // കൊടുത്തു. പക്ഷേ 12th ലൈൻ വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹിറ്റായ എൻഡ് പോയിന്റിനകത്ത് യൂസേഴ്സ് കഴിഞ്ഞ് ഒരു // വന്നിട്ടുള്ളൂ. 2 // നമ്മൾ ആഡ് ചെയ്തിരുന്നുവെങ്കിലും കരേറ്റെ അത് ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു // മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് APIയുടെ എൻഡ് പോയിന്റ് ഹിറ്റായി. അതുപോലെ കറക്റ്റായിട്ട് റെസ്പോൺസ് വരികയും ചെയ്തു. അപ്പോൾ ക്വറി പാരാമീറ്ററും പാത്ത് പാരാമീറ്ററും കരേറ്റയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച കോഡ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. ഗിറ്റ്ഹബിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത APIയുടെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.